ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾ കടത്തിവിടുന്നില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് ഇവിടെ പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചു, ഗ്യാസിന് വില വർദ്ധിപ്പിച്ചു. എന്നിട്ട് എന്താണ് കുറയ്ക്കാത്തത്? ബംഗ്ലാദേശിനും അതോടൊപ്പം തന്നെ നേപ്പാളിനും 71 രൂപയ്ക്കാണ് ഇന്ത്യ പെട്രോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഈ 71 രൂപയ്ക്ക് ഇന്ത്യയിലുള്ള സാധാരണക്കാരായിട്ടുള്ള നമുക്ക് തന്നൂടെ? ഇന്ത്യൻ പൗരന്മാർക്ക് തന്നൂടെ? പെട്രോൾ വില 10 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ അതേ രീതിയിൽ തന്നെ 1 കിലോ പഞ്ചസാരയ്ക്കും 10 രൂപ വർദ്ധിച്ചു എന്ന് പറയുന്ന കണക്കെന്താ നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ വിളവെടുപ്പ് നടക്കുന്ന ചിങ്ങമാസത്തിൽ എന്തുകൊണ്ട് പച്ചക്കറിക്ക് വില കൂടുന്നു? ഈ പച്ചക്കറിക്ക് വില കൂടുന്നതിനനുസരിച്ചിട്ട് ഇത് കർഷകന്റെ കയ്യിലേക്ക് എത്തുന്നുണ്ടോ? ഈ ഇടയ്ക്ക് നിൽക്കുന്ന മീഡിയേറ്റർമാർ കൊള്ള ലാഭം കൊയ്യുന്നുണ്ടെങ്കിൽ സർക്കാർ അതിനകത്ത് ഇടപെടണ്ടേ? സംസ്ഥാന സർക്കാർ ഇടപെടണ്ടേ? അരുവിലേക്ക് ഇതേപോലെ വാണമുട്ടമാരും മുകളിലേക്ക് പോയി എന്ത് ചെയ്യും? നമസ്കാരം സാർ. ഓണം എത്തി, കാണാൻ പറ്റും ഓണം ഉണ്ണണമെന്നാണ് പറയാ. പക്ഷെ ഇക്കൊല്ലത്തെ ഓണം ഉണ്ണണമെങ്കിൽ മിക്കവാറും ആധാരം പണയം വെക്കേണ്ട ഒരു അവസ്ഥയാണ്. അത്രമാത്രം വിലക്കയറ്റമാണ് എല്ലാ സാധനങ്ങൾക്കും, ഒരുവിധം എല്ലാ സാധനങ്ങൾക്കും. ഇതെല്ലാ കൊല്ലവും ഈ സമയമാകുമ്പോൾ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞാലും സാധാരണ നേരത്തെ തന്നെ സർക്കാർ എന്തെങ്കിലുമൊക്കെ പരിഹാര മാർഗങ്ങളായിട്ട് വരാറുണ്ട് ആ ഒരു സീസൺ ആകുമ്പോഴത്തേക്കും. പക്ഷേ ഇക്കൊല്ലം സർക്കാർ കാര്യമായി വിപണിയിൽ ഇടപെടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പഞ്ചസാര പോലത്തെ സാധനങ്ങൾക്കാണ് മധുരം കുറയും എന്നുറപ്പാണ് ഇപ്രാവശ്യം ഓണത്തിന്. എഥനോൾ പ്രതിസന്ധിക്ക് ഒരു കാരണമായി പറയുന്നുണ്ട് എങ്കിൽ പോലും അത് മാത്രമായിരിക്കില്ലല്ലോ എല്ലാ പച്ചക്കറികളുടെയും എല്ലാത്തിൻ്റെയും കാരണം. ഈ സർക്കാർ വിപണിയിൽ ഇടപെടാത്തത് ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ മിക്കവാറും മലയാളികളുടെ ഓണം പട്ടിണിയാവും. ഈ വിലക്കയറ്റത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചായക്കടകളിലേക്ക് നോക്കിയാൽ മതി. ഇപ്പം ചായക്കടകളിലൊക്കെ നേരത്തെ നമുക്ക് 15 രൂപയ്ക്ക് കിട്ടിയ സ്നാക്സ് കിട്ടുമായിരുന്നു. ഈ സ്നാക്സിൻ്റെയൊക്കെ വലിപ്പം നേരത്തെ ഉണ്ടായിരുന്ന അത്രയും ഇപ്പോഴുണ്ടോ നോക്കുക. അതോടൊപ്പം ദോശയുടെ വലിപ്പം നോക്കുക. പണ്ടത്തെ മാതിരി അത്ര കട്ടിക്കുള്ള ദോശയാണ് ഇപ്പോൾ തരുന്നത് നോക്കുക. അതോടൊപ്പം തന്നെ ആ ദോശയിൽ ഒഴിക്കാൻ വേണ്ടി തരുന്ന ചട്നി, സാമ്പാർ, ഇതിനകത്തിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി നോക്കുക. വെള്ളം കൂടുതലാണ്. ആകപ്പാടെ വലിപ്പം കൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വടയുടെ തുള മാത്രമാണ്. അത് സവോളയുടെ ആണെങ്കിലും മറ്റേ ഉഴുന്നൂടെ ആണെങ്കിലും അതിൻ്റെ തുള മാത്രം വലുതായിട്ടുണ്ട്. പക്ഷേ ബാക്കി എല്ലാ സ്നാക്സിൻ്റെയും വലിപ്പം കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ ചില കോംപ്രമൈസുകൾ ഇവർക്ക് ചെയ്യേണ്ട അവസ്ഥ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ആഗോള പ്രതിഭാസമാണ് എന്നൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പോൾ നമ്മുടെ GDP എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ GDPയുടെ ഒപ്പമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാരതീയന് വിശ്വസിക്കുമോ? കാരണം BJP സർക്കാർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ സാമ്പത്തികമായി വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇന്ത്യയുടെ മുന്നേറ്റം ഒന്നെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ 17 രൂപയുണ്ടായിരുന്ന ദിർഹത്തിന്, അതായത് ദുബായ് ദിർഹത്തിന് 2014 17 രൂപ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 2026 എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് എത്രയാണ് റേറ്റ്? 27 രൂപയിലേക്ക് എത്തി. ഡോളറിൻ്റെ റേറ്റ് എത്രയാണ്? 100 അടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് കൃത്യമായിട്ട് പഠിക്കാൻ ശേഷിയുള്ള, അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്ന, ഒരു ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു വകുപ്പ് മന്ത്രി ഇന്ത്യക്കില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ നോക്കൂ, ഈ റെസഷൻ്റെ സമയത്ത് മറ്റു ലോകരാജ്യങ്ങളിലെല്ലാം പ്രശ്നങ്ങളുണ്ടായി. അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള ബാങ്കുകളെല്ലാം പ്രതിസന്ധിയിലായി. അപ്പോഴും ഇന്ത്യ പിടിച്ചു നിന്നു. അതെന്തുകൊണ്ടായിരുന്നത്? അന്ന് ദീക്ഷണാശാലിയായിട്ടുള്ള മൻമോഹൻ സിംഗിനെ പോലുള്ള ഒരാളാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കൂ, ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾ തടയുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ പെട്രോളിന് 10 രൂപ വർദ്ധിപ്പിച്ചു. ഈ 10 രൂപ വർദ്ധിപ്പിച്ചിട്ട് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ കൂടി കപ്പലുകളെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കുറയ്ക്കാത്തത്? എന്താണ് ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾ കടത്തിവിടുന്നില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് ഇവിടെ പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചു, ഗ്യാസിന് വില വർദ്ധിപ്പിച്ചു. എന്നിട്ട് എന്താണ് കുറയ്ക്കാത്തത്? നമ്മൾ ചിന്തിക്കണ്ടേ? ക്രൂഡ് ഓയിലിൻ്റെ വില നോക്കൂ. 2014 ക്രൂഡ് ഓയിലിൻ്റെ വിലയാണോ ഇപ്പോഴത്തെ ക്രൂഡ് ഓയിലിൻ്റെ വില? മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ബംഗ്ലാദേശിനും അതോടൊപ്പം തന്നെ നേപ്പാളിനും 71 രൂപയ്ക്കാണ് ഇന്ത്യ പെട്രോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഈ 71 രൂപയ്ക്ക് ഇന്ത്യയിലുള്ള സാധാരണക്കാരായിട്ടുള്ള നമുക്ക് തന്നൂടെ? ഇന്ത്യൻ പൗരന്മാർക്ക് തന്നൂടെ? നേപ്പാളിന് 71 രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ബംഗ്ലാദേശിന് 71 രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഇന്ത്യക്കാർക്ക് 71 രൂപയ്ക്ക് പെട്രോൾ നൽകിയേ പറ്റൂ. പ്രതിപക്ഷം റേസ് ചെയ്യേണ്ട ഇഷ്യൂ അല്ലേ ഇത്? പ്രതിപക്ഷം ഇവിടെ കണ്ണടച്ച് വെറുതെ ഉറക്കം നടിച്ച് കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നിന്ന് ശബ്ദിക്കേണ്ട സ്ഥലത്ത് ശബ്ദിക്കുകയല്ലേ പ്രതിപക്ഷം ചെയ്യേണ്ടത്? പ്രതിപക്ഷമായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിക്കൊള്ളട്ടെ, മാധ്യമങ്ങളായിക്കൊള്ളട്ടെ, മോദി സ്തുതിയിൽ നിൽക്കുമല്ലേ? കേന്ദ്ര സർക്കാരിനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുമല്ലേ? അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ? സംസ്ഥാന സർക്കാരിനും കൃത്യമായ ഇടപെടലുകൾ നടത്താൻ സാധിക്കും. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അത് ചെയ്യാത്തത്? കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, ഇതൊക്കെയല്ലേ ഈ പഞ്ചസാരയുടെ വില വർദ്ധിക്കാൻ കാരണം, അല്ലെങ്കിൽ അരിയുടെ വില വർദ്ധിക്കാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ളത്? കാരണം പറയുന്നത് ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് അരിയും പഞ്ചസാരയും ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പെട്രോളിൻ്റെ വില വർദ്ധിച്ചതുകൊണ്ടാണ്
ഇതേപോലെ 1 കിലോ പഞ്ചസാരയ്ക്ക് 10 രൂപ വർദ്ധിച്ചിരിക്കുന്നു പറയാൻ പറ്റുമോ? അതിനൊരു ലോജിക്ക് വേണ്ടേ? പെട്രോൾ വില 10 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ അതേ രീതിയിൽ തന്നെ 1 കിലോ പഞ്ചസാരയ്ക്കും 10 രൂപ വർദ്ധിച്ചു എന്ന് പറയുന്ന കണക്കെന്താ നമുക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ സർക്കാർ കൃത്യമായിട്ട് മാർക്കറ്റിൽ ഇടപെടുന്നില്ല. ഒന്ന് നോക്കൂ, ഇഞ്ചിക്ക് 1 കിലോ ഇഞ്ചിയുടെ വില എന്ന് പറഞ്ഞാൽ 264 രൂപയാണ്. പച്ചക്കറിയുടെ വില നോക്കൂ. ഈ ചിങ്ങമാസം എന്ന് പറഞ്ഞാൽ വിളവെടുപ്പിന്റെ കാലം എന്നാണ് പറയുന്നത്. വിളവെടുപ്പ് ഉത്സവമാണ് ചിങ്ങം എന്ന് പറയുന്നത്. അന്നാണ് നമ്മൾ കാർഷിക ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിളവെടുപ്പ് നടക്കുന്ന ചിങ്ങമാസത്തിൽ എന്തുകൊണ്ട് പച്ചക്കറിക്ക് വില കൂടുന്നു? ഈ പച്ചക്കറിക്ക് വില കൂടുന്നതിനനുസരിച്ചിട്ട് ഇത് കർഷകന്റെ കയ്യിലേക്ക് എത്തുന്നുണ്ടോ? കർഷകൻ ഇപ്പോഴും മാർക്കറ്റിൽ ലഭിക്കുന്ന പച്ചക്കറി വിലയുടെ 3 എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോന്ന് സംശയമാണ്. കൂടാതെ കൂടുതൽ പച്ചക്കറികൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ കൃത്യമായൊരു ഇടപെടൽ നടത്തേണ്ടേ? ഈ ഇടയ്ക്ക് നിൽക്കുന്ന മീഡിയേറ്റർമാർ കൊള്ള ലാഭം കൊയ്യുന്നുണ്ടെങ്കിൽ സർക്കാർ അതിനകത്ത് ഇടപെടണ്ടേ? സംസ്ഥാന സർക്കാർ ഇടപെടണ്ടേ? അരുവിലേക്ക് ഇതേപോലെ വാണമുട്ടമാരും മുകളിലേക്ക് പോയി എന്ത് ചെയ്യും? 2 മാസങ്ങൾക്കിടയിലുണ്ടായ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ മൊത്തത്തിലുണ്ടായ പ്രകൃതിക്ഷോഭങ്ങൾ ഇതിനൊരു കാരണമായിട്ട് പറയാൻ പറ്റുമോ? അല്ല, പ്രകൃതിക്ഷോഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലൊന്നും പ്രകൃതിക്ഷോഭം കാര്യമായിട്ടുണ്ടായിട്ടില്ലല്ലോ. കേരളത്തിലും ഈ പറയുന്ന മാതിരി പ്രകൃതിക്ഷോഭം വലിയതായിട്ടുണ്ടായെന്ന് പറയാം. ഈ പറയുന്ന പത്തനംതിട്ട ജില്ലയിലോ ഒന്നും അധികമായിട്ട് നമ്മൾ ഈ വെജിറ്റബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല. കുട്ടനാട്ടിലെ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന റൈസ് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അത് പുട്ടുപൊടിക്കും അപ്പം പൊടിക്കും ഇഡ്ഡലി പൊടിക്കൊക്കെ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന അരിയാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. അവിടെ നെൽ ഗവേഷണ കേന്ദ്രമൊക്കെ ഉണ്ട്. പക്ഷേ ആ നെൽ ഗവേഷണ കേന്ദ്രം കൊണ്ടൊന്നും യാതൊരു ഗുണവും ഇല്ല. അവിടെ ഇന്ന് വരെ ഒരു നെല്ല് പുതിയതായിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ടില്ല. അല്ലെങ്കിൽ കൂടുതൽ നേരത്തെ പാകമാകുന്ന വിത്തുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഗവേഷണ കേന്ദ്രമൊക്കെ ഈ കുട്ടനാട്ടിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പക്ഷേ അവിടെ ഒന്നും നടക്കുന്നില്ല. അവിടെ പണ്ട് തുടങ്ങിയുള്ള ഒരു കൃഷിരീതി, ഒരു പരമ്പരാഗത കൃഷിരീതി അത് മാത്രമാണ് അവലംബിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് അവിടെ കുത്തി ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അത് കയറി പോവുകയാണ് അവിടുന്ന്, മറ്റു മില്ലുകളിലേക്കാണ് കയറി പോകുന്നത്. അതുകൊണ്ടാണ് കുട്ടനാട്ടിൽ മില്ലുണ്ടോ? അത് ഉപയോഗിക്കാൻ സാധിക്കില്ല. KC വേണുഗോപാൽ MP ഒരു ദിവസം പറയുന്നത് കേട്ടു, നമ്മൾ കഴിക്കുന്ന അരി അല്ലെ ഇവരോട് ഉൽപ്പാദിപ്പിക്കുന്ന. MP പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ഒരു കാരണവശാലും നമുക്ക് അരിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല. അത് അരിപ്പൊടി ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലും അറിയാൻ പാടില്ലാത്ത കൃഷി വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഈ പറഞ്ഞ കുട്ടനാട്ടിലിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വരെ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നും ഈ പറഞ്ഞ പോലെ പ്രകൃതിക്ഷോഭമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഒരു കാരണമാണെന്ന്. പ്രകൃതിക്ഷോഭം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടുത്തെ കുറെ, ഞാൻ പറഞ്ഞല്ലോ, കാരണം ബുദ്ധി കൂടിയ കുറെ മലയാളികളുണ്ട്. ആ മലയാളികളുടെ പൊതുബോധത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവർക്ക് അങ്ങോട്ട് തലയിൽ കയറും. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വിദേശത്തേക്ക് പോയിട്ടുള്ള പറയുന്ന നമ്മുടെ മലയാളി സഹോദരന്മാരുണ്ട്. അവരെ സംബന്ധിച്ചിട്ട് അവർ ചില ഓൺലൈൻ അച്ചായന്മാരുണ്ട്. അവർ പറയുന്നത് മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. അവർ പറയുന്നതാണ് സത്യം എന്നാണ് വിചാരിക്കുന്നത്. ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ പറഞ്ഞാൽ പോലും അവർ വിശ്വസിക്കൂല. അവർ വിശ്വസിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആളുകളൊക്കെ പറയണം. അവർ പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമാണ്. എന്നാൽ അവർ പറയുന്ന മുഴുവൻ നുണയാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ് പറയുന്നത്. അതല്ലെങ്കിൽ കേരളത്തിലെ നിത്യോപയോഗ സാധനങ്ങൾക്ക് ഇതേ രീതിയിൽ വില കുതിച്ചു കയറിയിട്ട് ഇവന്മാരുടെയൊക്കെ വായിൽ നിന്ന് ഒരക്ഷരം മിണ്ടിയോ? ദേശീയ തലത്തിൽ ഇപ്പോഴും എന്തുകൊണ്ട് വന്ദേമാതരം പാടാൻ വേണ്ടി നമ്മളോട് പറയുന്നു. ഈ വന്ദേമാതരം പാടാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ വർഗീയത നമ്മളോട് പറയുന്ന സമയത്ത് തന്നെ ഈ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് എന്താണ്? ഇവിടുത്തെ പൗരന്മാർ എങ്ങനെ ജീവിക്കുന്നു എന്നുകൂടി നോക്കണ്ടേ? റേഷൻ വീതം വെട്ടിക്കുറച്ചില്ലേ കേന്ദ്ര സർക്കാർ? എന്താണ് സംസ്ഥാന സർക്കാർ മിണ്ടാതിരിക്കുന്നത്? ദേശീയ തലത്തിൽ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഒരു സമരം ഉയർത്തിക്കൊണ്ടുവരാതിരിക്കുന്നത്? ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു വരുമല്ലേ. ഇവിടെ എല്ലാം ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് ആണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ CPM നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ED അന്വേഷണവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. അന്വേഷണമൊക്കെ അന്വേഷണത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ കൂടെ പോയിക്കോട്ടെ. പക്ഷേ അനാവശ്യമായിട്ട് രാഷ്ട്രീയമായിട്ട് ചില ആളുകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ED ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ ശക്തമായിട്ട് കേരളം പ്രതിരോധിക്കേണ്ടേ? അഴിമതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകളോ നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായ അന്വേഷണം നടത്തണം. അതിന് SFI കൃത്യമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ടല്ലോ. എന്നാൽ കേരളത്തിലെ ചില പത്രമാധ്യമങ്ങളെ സംബന്ധിച്ചിട്ട് അവരുടെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർത്ത് കളയുക എന്നുള്ളതാണ്. ഒരു കോൺഗ്രസ്സുകാരൻ പോലും മനസ്സിൽ വിചാരിക്കാത്ത കാര്യമാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ തളരണമെന്നുള്ളത്. എന്നാൽ ചില ബൂർഷ്വാ മാധ്യമങ്ങൾ അവർക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നശിച്ചു കാണണം എന്നവർ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുകൊണ്ടുമല്ല. അവരുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ BJP പോലുള്ളൊരു പാർട്ടി, ആ പാർട്ടി കേരളത്തിൽ വലിയ സാന്നിധ്യമായിട്ട് മാറണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതവർ കേന്ദ്ര സർക്കാരുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ധാരണയാണ്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് അവൻ്റെ നിത്യോപയോഗ ചെലവുകൾ വർദ്ധിക്കുമ്പോൾ അത് ഒരു സർക്കാരിന് പ്രശ്നമല്ല എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സർക്കാർ ജനങ്ങളോട് കാണിക്കുന്നൊരു വെല്ലുവിളിയാണത്. ആലോചിച്ച് നോക്കിക്കേ, 2014 അരിയുടെ വില എത്രയായിരുന്നു?
30 രൂപയായിരുന്നു അരിയുടെ വില. ഇന്നിപ്പോൾ അരിയുടെ വില എത്രയാണ്? 50 രൂപയ്ക്ക് അടുത്താ. 62 രൂപ വരെ എത്തിയിട്ടുണ്ട് നല്ല അരി. അത് കൂടാതെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കൂ, ഈ 2014 നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് ചായയുടെ വില എത്രയായിരുന്നു? 6 രൂപയായിരുന്നു. ഇന്നിപ്പോൾ 12 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എത്ര രൂപയായി? 15 രൂപയാണ് തട്ടുകടയിൽ. അതല്ലാതെ ഒരു അകത്ത് കയറി ഇരുന്ന് കുടിക്കുന്ന ഒരു കടയാണെങ്കിൽ അവിടെ 20 രൂപ കൊടുക്കേണ്ട അവസ്ഥ എത്തിയില്ലേ? ഇതേ രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും ഈ സംസ്ഥാനത്തെ ജനങ്ങൾ? ഈ മാർക്കറ്റിൽ മാത്രമല്ല ഈ പ്രശ്നം. സീസൺ ആവുമ്പോൾ ബസ് ടിക്കറ്റ്, വിമാന ടിക്കറ്റ് പോലുള്ളവർ അവർ ഡൈനാമിക് പ്രൈസിങ് ആണ്. അപ്പം ഈ സാഹചര്യം ചൂഷണം ചെയ്യാൻ അവർ ശ്രമിക്കും. ഇതേ മാർഗം തന്നെയാണ് ഈ സീസൺ ആകുമ്പോൾ തന്നെ ഈ ലോബികൾ ചെയ്യുന്നത്. പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്തയെല്ലാം അവർ നേരത്തെ പ്ലാൻ ചെയ്തായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ യാത്രാ പ്രതിസന്ധിയിലും കാര്യമായിട്ട് ഇതുവരെ സർക്കാരുകൾ ഇടപെട്ടിട്ടില്ല. അതായത് നേരത്തെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓണം പോലെയുള്ള ഫെസ്റ്റിവലുകൾ വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഹോൾസെയിൽ ഡീലർമാരുണ്ട്, അവരുടെ ഗോഡൗണുകളിൽ റെയ്ഡ് നടത്തുമായിരുന്നു. ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? സപ്ലൈ കട്ട് ചെയ്യും. സപ്ലൈ കട്ട് ചെയ്യുന്ന സമയത്ത് ഡിമാൻഡ് വർദ്ധിക്കും. ആ ഡിമാൻഡ് വർദ്ധിക്കുന്ന സമയത്താണ് ഇവർക്ക് റേറ്റ് കൂട്ടാൻ വേണ്ടി പറ്റുക. അപ്പോൾ അവിടെയാണ് സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ആവശ്യം വരുന്നത്. അങ്ങനെ ഒരു ഇടപെടൽ ഈ സമയം വരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കരിഞ്ചന്ത തടയുമെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പൂഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പിടിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒന്നും പിടിക്കുന്നില്ല. പിടിക്കാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ്റെ ഫണ്ടൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകും എന്തുകൊണ്ടാണ്. കച്ചവടക്കാരൻ പറഞ്ഞിട്ട് കാര്യമില്ല, അതേ രീതിയിലുള്ള പിരിവ് അവർ കൊടുത്തിട്ടുണ്ട്. ആ പിരിവ് കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ മുതലാക്കണ്ടേ? ഇതൊക്കെ മുതലാക്കണമെന്നുള്ള ഈ ഒരു വിലക്കയറ്റം കൊണ്ടുവരാൻ സാധിക്കുമോ? രാഷ്ട്രീയക്കാർ പിരിവെടുക്കുന്നു, അപ്പോൾ അത് പൊതുജനങ്ങളിൽ നിന്ന് ഈ കച്ചവടക്കാർ ഈടാക്കുന്നു, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും വേറെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. സാധാരണ മലയാളിയെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു സാധാരണ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിട്ട് അവൻ്റെ ദൈനംദിന ചെലവുകൾ വർദ്ധിച്ചിരിക്കുന്നു. അവൻ കടബാധ്യതയിലേക്ക് പോകുന്നു. അതിനനുസരിച്ചുള്ള വരുമാന വർധനവും എവിടെ നിന്ന് കിട്ടാനായിട്ട്? ഞാൻ പറഞ്ഞ GDP നോക്കൂ, ബംഗ്ലാദേശിന് തുല്യമായിട്ടാണ് നമ്മുടെ GDP നിൽക്കുന്നത്. അങ്ങനെ GDP നിൽക്കുന്ന സമയത്ത് നമ്മുടെ കേന്ദ്ര സർക്കാർ പറയുന്നത് നമ്മൾ സാമ്പത്തികമായി കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ 4-5 കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് പോയി കഴിഞ്ഞു. 6th largest എക്കോണമി എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ഇത്രയും വില. അതാണ് ഡോളറിന് ഇപ്പോഴും 100 രൂപയുടെ അടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ദുബായ് ദിർഹത്തിന് ഇപ്പോൾ 27 രൂപ കൊടുക്കേണ്ടി വരുന്നത്. ആലോചിച്ച് നോക്ക്. ഇപ്പം ഏതോ ഒരു മന്ത്രി പറഞ്ഞു കേട്ടില്ലേ, നമുക്ക് ലാഭമല്ലേ, കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കുമ്പോൾ എന്തൊരു മണ്ടത്തരമാണ് പറയുന്നത്. വിദേശ നാണ്യങ്ങളുടെ വരവ് കുറഞ്ഞില്ലേ? ഇതൊക്കെ പരിശോധിക്കേണ്ട കേന്ദ്ര സർക്കാർ. അല്ലാണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിച്ചുകൊണ്ടും ജനങ്ങളെ കുത്തിപ്പിഴിഞ്ഞുകൊണ്ടും ഒരു സർക്കാരിന് മേനി നടിക്കാൻ വേണ്ടി പറ്റുമോ? ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടാൽ മാത്രമല്ലേ ഒരു സർക്കാർ ജനക്ഷേമ സർക്കാർ എന്ന് പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇതിപ്പോൾ കേന്ദ്ര സർക്കാരും കണക്കാണ്, സംസ്ഥാന സർക്കാരും കണക്കാണ്. ഇവിടെ പ്രശ്നത്തിലായിട്ട് നിൽക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മരമണ്ടന്മാരായിട്ടുള്ള ഇവരെയൊക്കെ വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റിയിട്ടുള്ള ജനങ്ങളാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ഓണക്കാലത്തെങ്കിലും, ഇനിയും സമയമുണ്ട്, വിപണിയിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തി കരിഞ്ചന്തക്കാരെ പിടിച്ച് അകത്തിട്ട് സപ്ലൈ ഉഷാറാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കണം എന്നൊരു അഭ്യർത്ഥന മാത്രമേ നമുക്ക് മുമ്പോട്ട് വയ്ക്കാനുള്ളൂ.